പാറ്റ് അഥവാ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ EVO സെറ്റപ്പിൽ ഒരു പുതിയ അഡീഷനാണ്. ഇതിന് 2 ഘടകങ്ങളുണ്ട്. യൂണിറ്റിന്റെ മുഖ്യ ബോഡിയും അതിനോട് യോജിപ്പിച്ചിട്ടുള്ള വിവിപാറ്റ് സ്റ്റാറ്റസ് ഡിസ്പ്ലേ യൂണിറ്റും. വിവിപാറ്റിയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം. ലോക്കിംഗ് ലച്ചിന് റിലീസ് ചെയ്ത് ബാറ്ററി ഇട്ട് ഡോർ അടയ്ക്കുക. പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് തുറക്കുക. പേപ്പർ റോളിൽ സ്പിൻഡിൽ ഘടിപ്പിക്കുക. ഇനി സ്പിൻഡിൽ ഗ്രൂവ്സിൽ ഘടിപ്പിക്കുക. ഇതിനുശേഷം പേപ്പർ റോളിന്റെ അറ്റം പേപ്പർ ഇൻസർഷൻ ഗൈഡിൽ തിരുകുക. എന്നിട്ട് പേപ്പർ ഫീഡ് നോബിനെ 4 തവണ ക്ലോക്ക് വൈസിൽ ചുറ്റുക. വിവിപാറ്റ് സിസ്റ്റത്തിന്റെ FLC, DEO തലത്തിലുള്ള BEL അഥവാ ECILന്റെ അംഗീകൃത എഞ്ചിനീയർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നു. നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അഥവാ സെഗ്മെന്റുകളിലേക്ക് റേണ്ട രീതിയിലാണ് വിഭജിക്കപ്പെടുക. എന്നിട്ട് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറിന് കൈമാറുന്നു. ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ തയ്യാറാക്കിയതിനു ശേഷമാണ് വിവിപാറ്റ് തയ്യാറാക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ സീരിയൽ നമ്പർ, പേര്, ഇലക്ഷൻ ചിഹ്നം എന്നിവയോടൊപ്പം സീരിയൽ നമ്പർ, നോട്ടയുടെ പൂർണ്ണരൂപം അതായത് നൺ ഓഫ് ദ എബോവ് എന്നിവ അംഗീകൃത എഞ്ചിനീയർ വിവിപാറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ ഇനി അറിയേണ്ടത് വിവിപാറ്റ് യൂണിറ്റ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്. അതിനായി CU, BU, വിവിപാറ്റ് എന്നിവ നൽകിയിട്ടുള്ള കേബിളുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. യൂണിറ്റുകളുടെ സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം വിവിപാറ്റ് ഒരു സെൽഫ് ടെസ്റ്റ് സ്ലിപ്പ് പ്രിന്റ് ചെയ്യുന്നു. ഇതിനുശേഷം മോക്ക് പോൾ ചെയ്യുക. സ്ലിപ്പിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ അമർത്തിയ ബട്ടന് സമാനമാണെന്ന് ഉറപ്പാക്കുക. ഓരോ സ്ഥാനാർത്ഥിക്കും അതുപോലെ നോട്ടയ്ക്കും വോട്ട് ചെയ്തുകൊണ്ട് ഈ പ്രക്രിയ ആവർത്തിക്കുക. വിവിപാറ്റ് ഡാറ്റയും CU ഡാറ്റയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക. തൃപ്തിയായതിനു ശേഷം CU സ്വിച്ച് ഓഫ് ചെയ്യുക. കേബിൾ ഡിസ്കണക്ട് ചെയ്യുകയും CUവിലുള്ള മോക്ക് പോളിന്റെ ഫലം വിവിപാറ്റ് യൂണിറ്റിൽ നിന്നും ലഭിച്ച സ്ലിപ്പുമായി ഒത്തുനോക്കുക. ഡ്രോപ്പ് ബോക്സ് കമ്പാർട്ട്മെന്റ് വോട്ടെടുപ്പിന് മുമ്പായി പ്രിസൈഡിംഗ് ഓഫീസർ മുഖേന സീൽ ചെയ്യപ്പെടേണ്ടതാണ്. വോട്ടെടുപ്പ് നടക്കുമ്പോൾ വിവിപാറ്റ് BUവിന്റെ അരികിൽ VSDUവിനെ സീൽ ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങൾ വിവിപാറ്റ് സെറ്റപ്പ് ചെയ്യണം. വോട്ടെടുപ്പ് വേളയിൽ വോട്ടർ തന്റെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വിവിപാറ്റ് 7 സെക്കൻഡ് വരെ ഒരു പേപ്പർ സ്ലിപ്പ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. വോട്ടർക്ക് തന്റെ ചോയ്സ് പരിശോധിക്കാം. അതായത് അയാൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്, വോട്ട് അതേ പേരിന്മേൽ തന്നെ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താം. 7 സെക്കൻഡുകൾക്ക് ശേഷം സ്ലിപ്പ് കട്ടായി സ്വയം വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിൽ വീഴുന്നു. ഈ രീതിയിൽ വോട്ടർക്ക് തന്റെ ചോയ്സ് പരിശോധിക്കാം. എന്നാൽ സ്ലിപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി നമുക്ക് മെഷീന്റെ അടിസ്ഥാന ഡിസ്പ്ലേകളെ കുറിച്ച് മനസ്സിലാക്കാം. VSDUവിൽ യാതൊരു മെസ്സേജും ഇല്ലെങ്കിൽ കൂടാതെ CUവിൽ ലിങ്ക് എറർ എന്ന് വന്നാൽ സിസ്റ്റം മൊത്തമായി മാറ്റണം. VSDUവിൽ എറർ കോഡ് 1 എന്ന് കാണിച്ചാൽ അതിനർത്ഥം ബാറ്ററി ലോ ആണെന്നാണ്. ഉടനെ ബാറ്ററി മാറ്റിയിടുക. എറർ കോഡ് 2വിന്റെ അർത്ഥം പ്രിന്റർ എറർ എന്നാണ്. ഇത്തരം കേസുകളിൽ നിങ്ങൾ വിവിപാറ്റ് മാറ്റേണ്ടതായി വന്നേക്കാം. വിവിപാറ്റ് യൂണിറ്റ് മാറുമ്പോഴും വിവിപാറ്റ് ബാറ്ററി മാറുമ്പോഴും കേബിൾ കണക്ട് ചെയ്യുമ്പോഴും CU യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വിവിപാറ്റ് യൂണിറ്റ് സീൽ ചെയ്ത് അതിന്റെ ബോക്സിൽ വയ്ക്കണം.
വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട അഡീഷണൽ സാമഗ്രികളുടെ ഇനങ്ങൾ പോളിംഗ് പാർട്ടിക്ക് ലഭ്യമായിരിക്കണം. വോട്ടർ വെരിഫൈബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT 1, VVPAT സ്റ്റാറ്റസ് ഡിസ്പ്ലേ യൂണിറ്റ് VSDU 1, VVPAT പ്രിന്റർ യൂണിറ്റിന് വേണ്ടി അഡീഷണൽ പവർ പാർക്ക് 1, VVPAT സിസ്റ്റം ക്യാരിയിങ് കേസ് 1. മോക്ക് പോൾ സീൽ ചെയ്യാൻ കറുത്ത കട്ടിയുള്ള പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബ്ലാക്ക് പേപ്പർ എൻവലപ്പ് 2, ബ്ലാക്ക് പേപ്പർ എൻവലപ്പ് സീലിംഗിന് വേണ്ടിയുള്ള പ്ലാസ്റ്റിക് ബോക്സ് 1, പ്ലാസ്റ്റിക് ബോക്സ് സീൽ ചെയ്യാനുള്ള പിങ്ക് പേപ്പർ സീൽ 2. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിന്റെ റൂൾ 49MA പ്രകാരം സമ്മതിദായകർ മുഖേന നടത്തപ്പെടുന്ന ഡിക്ലറേഷൻ ഫോറം 100 പ്രതികൾ. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ എണ്ണുന്നതിനെ സംബന്ധിച്ച തീരുമാനമെടുക്കൽ. ഏതെങ്കിലും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അയാളുടെ ഇലക്ഷൻ അഥവാ കൗണ്ടിംഗ് ഏജന്റ് ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനിലെയോ പോളിംഗ് സ്റ്റേഷനുകളിലെയോ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ അഥവാ VVPATന്റെ പേപ്പർ സ്വിച്ച് എണ്ണണമെന്ന എണ്ണത്തെക്കുറിച്ച് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് എഴുതിയ അപേക്ഷ കൊടുത്താൽ റിട്ടേണിംഗ് ഓഫീസറിന് അപേക്ഷ പൂർണ്ണമായോ ഭാഗികമായോ പരിഗണിക്കാം. അതുമല്ലെങ്കിൽ അപേക്ഷ അടിസ്ഥാനരഹിതവും അർത്ഥശൂന്യവുമാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് തള്ളിക്കളയാം. റിട്ടേണിംഗ് ഓഫീസറിന് പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളുടെ എണ്ണൽ ആവശ്യമാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എഴുതിയ ഒരു പാസ് ഓർഡർ ചെയ്യണം. തീരുമാനമെടുക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കണം. എ പോളിംഗ് സ്റ്റേഷനിൽ ചെയ്ത ആകെ വോട്ടിന്റെ എണ്ണവും ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും അപ്പീൽ നൽകിയ സ്ഥാനാർത്ഥിയുടെയും തമ്മിലുള്ള വോട്ടുകളുടെ മാർജിനേക്കാൾ കുറവോ അല്ലെങ്കിൽ കൂടുതലോ ആണെങ്കിൽ. ബി EVMന് എന്തെങ്കിലും കേടുപാടുകൾ വരികയും വോട്ടിംഗ് സമയത്ത് അത് മാറ്റുകയും വേണ്ടി വന്നെങ്കിൽ. സി വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് VVPAT പേപ്പർ സ്ലിപ്പുകൾ പ്രിന്റ് ചെയ്യുന്നില്ല. അതുമല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും പോളിംഗ് സ്റ്റേഷനിലെ സമ്മതിദായകൻ 49MA പ്രകാരം പരാതിപ്പെട്ടിരുന്നെങ്കിൽ. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ എഴുതി റെക്കോർഡ് ചെയ്യുന്നു. നമുക്ക് ഈ VVPATന്റെ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ എണ്ണുന്നതിന്റെ പ്രക്രിയകൾ ശ്രദ്ധിക്കാം. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളുടെയും VVPATന്റെയും സീലിംഗ് സൂക്ഷിക്കലും. ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളുടെ എണ്ണൽ കഴിഞ്ഞാലും ഇല്ലെങ്കിലും VVPAT ഡ്രോ ബോക്സിലെ എല്ലാ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളും സെൽഫ് ടെസ്റ്റ് റിപ്പോർട്ടുകളും താഴെ പറയുന്ന രീതിയിൽ സീൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അഡ്രസ് ടാഗ് നീക്കം ചെയ്ത ശേഷം ഡ്രോപ്പ് ബോക്സിൽ നിന്ന് സ്ലിപ്പുകൾ പുറത്തെടുക്കുക. VVPATന്റെ ഡ്രോപ്പ് ബോക്സിൽ യാതൊരു പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളും അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. VVPATന്റെ ഡ്രോപ്പ് ബോക്സിൽ നിന്നും എടുത്തതിനു ശേഷം എല്ലാ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളും കറുത്തതും കട്ടിയുള്ളതുമായ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു കവറിൽ വയ്ക്കുക. ഈ കറുത്ത കവറിനെ അരക്കുകൊണ്ട് സീൽ ചെയ്ത് കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയ രഹസ്യ സീൽ കൊണ്ട് പതിപ്പിക്കുക. കവറിന്മേൽ ഇലക്ഷന്റെ പേര്, ലോക്സഭാ മണ്ഡലത്തിന്റെ നമ്പറും പേരും, അസംബ്ലി സെഗ്മെന്റിന്റെ നമ്പറും പേരും, പോളിംഗ് സ്റ്റേഷന്റെ വിവരണങ്ങൾ, CUവിന്റെയും VVPATന്റെയും യൂണിക് സീരിയൽ നമ്പർ, ഇലക്ഷൻ തീയതി, വോട്ടെണ്ണൽ തീയതി എന്നിവ രേഖപ്പെടുത്തണം. ഇപ്രകാരം സീൽ ചെയ്ത കറുത്ത കവറുകൾ പ്രസ്തുത ആവശ്യത്തിനായി നൽകപ്പെട്ട പ്ലാസ്റ്റിക് ബോക്സിൽ വയ്ക്കുക. പിങ്ക് പേപ്പർ സീൽ പൊട്ടിച്ചാൽ മാത്രം പ്ലാസ്റ്റിക് ബോക്സ് തുറക്കാൻ കഴിയുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ബോക്സ് പിങ്ക് പേപ്പർ ഉപയോഗിച്ച് സീൽ ചെയ്യുക. ബോക്സ് സീൽ ചെയ്യപ്പെട്ടതിന് ശേഷം പിങ്ക് പേപ്പർ സീലിന്മേൽ റിട്ടേണിംഗ് ഓഫീസർ തന്റെ ഒപ്പുവയ്ക്കുന്നു. പ്ലാസ്റ്റിക് ബോക്സിന്മേൽ ഇലക്ഷന്റെ പേര്, ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ നമ്പറും പേരും, അസംബ്ലി സെഗ്മെന്റിന്റെ നമ്പറും പേരും, പോളിംഗ് സ്റ്റേഷന്റെ വിവരണങ്ങൾ, CUവിന്റെയും VVPATയുടെയും യൂണിക് സീരിയൽ നമ്പർ, ഇലക്ഷൻ തീയതി, വോട്ടെണ്ണൽ തീയതി എന്നിവ രേഖപ്പെടുത്തണം. ഈ പ്ലാസ്റ്റിക് ബോക്സുകളെല്ലാം ഇലക്ഷൻ സംബന്ധമായ എല്ലാ നിയമപരമായ രേഖകളോടും കൂടി തിരഞ്ഞെടുപ്പ് ഹർജി ഫയലിംഗ് സമയം വരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഹർജി അവസാന തീർപ്പാക്കൽ സമയം വരെ ഏതാണോ അവസാനം അതുവരെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം കിട്ടുന്നതുവരെ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബോക്സുകൾ തുറക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ എണ്ണൽ.
VVPAT പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ എണ്ണാൻ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ പ്രക്രിയകൾ ഇപ്രകാരമായിരിക്കണം. എണ്ണുവാൻ നിശ്ചയിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAT കൗണ്ടിംഗ് ടേബിൾ അഥവാ ടേബിളുകളിൽ എത്തിക്കണം. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളുടെ കൗണ്ടിങ്ങിന് ഓർഡർ ചെയ്ത അതേ പോളിംഗ് സ്റ്റേഷനിലെ VVPAT തന്നെയാണ് കൗണ്ടിങ്ങിനായി എത്തിച്ചിരിക്കുന്നത് എന്ന വസ്തുത VVPATന്റെ ഡ്രോപ്പ് ബോക്സിന്മേലുള്ള ടാഗ് പരിശോധിച്ച് സ്ഥിരീകരിക്കണം. ഇതിനുശേഷം അഡ്ജസ്റ്റ് ടാഗ് നീക്കം ചെയ്ത് ഡ്രോപ്പ് ബോക്സിൽ നിന്നും പേപ്പർ സ്ലിപ്പുകൾ പുറത്തെടുക്കുക. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ ഒന്നും VVPAT ഡ്രോപ്പ് ബോക്സിൽ അവശേഷിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാക്കണം. കൂടാതെ VVPAT ഡ്രോപ്പ് ബോക്സിൽ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളൊന്നും തന്നെ അവശേഷിച്ചിട്ടില്ലെന്ന കാര്യം എല്ലാ കൗണ്ടിംഗ് ഏജന്റുകൾക്കും കാണിച്ചു കൊടുക്കണം. വോട്ടിംഗ് നടക്കുന്ന അവസരത്തിൽ VVPAT മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിച്ച എല്ലാ VVPAT യൂണിറ്റുകളും കൗണ്ടിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരേണ്ടതായുണ്ട്. ഇത്തരം VVPAT യൂണിറ്റുകൾക്കും മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. VVPAT ഏതെങ്കിലും കാരണവശാൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ പൂർണ്ണമായോ ഭാഗികമായോ മുറിഞ്ഞുപോയ പേപ്പർ സ്ലിപ്പ് കണ്ടേക്കാം. അത് VVPATന്റെ സുതാര്യമായ വിൻഡോയിലൂടെ തൂങ്ങിക്കിടക്കുന്നതായി കാണാവുന്നതാണ്. ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന പേപ്പർ സ്ലിപ്പുകൾ എണ്ണണമെന്നില്ല. ഇത്തരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പേപ്പറുകൾ മുറിക്കാൻ ശ്രമിക്കരുത്. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ മെഷീൻ സ്വയം മുറിച്ചില്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ രീതിയിൽ ആ വോട്ടുകൾ CUവിൽ റെക്കോർഡാവില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഏത് വോട്ടറുടെ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പ് ആണോ മുറിക്കാതിരിക്കുന്നത് അയാൾക്ക് VVPAT മാറ്റിയതിനു ശേഷം തന്റെ വോട്ടെടുപ്പ് ദിവസം തന്നെ വീണ്ടും രേഖപ്പെടുത്താൻ അവസരം കൊടുക്കണം. ഉപയോഗിച്ച എല്ലാ VVPAT ഡ്രോപ്പ് ബോക്സുകളിലും സെൽഫ് ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ചില പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ ഉണ്ടായേക്കാം. ഇവ പെട്ടെന്ന് തിരിച്ചറിയാം, കാരണം ഇതിന്മേൽ സ്ഥാനാർത്ഥിയുടെ പേരോ ഇലക്ഷൻ ചിഹ്നമോ ഉണ്ടായിരിക്കില്ല. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഉൾക്കൊള്ളുന്ന മറ്റു പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളോടൊപ്പം ഈ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളും സൂക്ഷിച്ചു വെക്കണം. എന്നാൽ അവ എണ്ണുവാൻ പാടില്ല. ഒരു പ്രത്യേക സ്ഥാനാർത്ഥി അവകാശപ്പെട്ട എല്ലാ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകളും അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ പീജിൻ ഹോളിലിടുക. എന്നിട്ട് ഓരോ സ്ഥാനാർത്ഥിയുടെയും നോട്ടയുടെയും 25 സ്ലിപ്പുകൾ അടങ്ങിയ ബണ്ടിൽ ഉണ്ടാക്കുക. അതിനുശേഷം കൗണ്ടിംഗ് സ്റ്റാഫ് ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രിന്റഡ് പേപ്പർ സ്ലിപ്പുകൾ എണ്ണുന്നു. പ്രിന്റഡ് പേപ്പർ സ്ലിപ്പ് കൗണ്ടിങ്ങിന്റെ ഫലം ഉറക്കെ പ്രഖ്യാപിക്കുക. ഈ ഫലം കൗണ്ടിംഗ് ഏജന്റിന് കൂടി കാണിച്ചു കൊടുക്കുക. CUയിലെ വോട്ടുകളുടെ എണ്ണവും പ്രിന്റഡ് പേപ്പർ സ്ലിപ്പും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പ്രിന്റഡ് പേപ്പർ സ്ലിപ്പിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് റിസൾട്ട് ഷീറ്റിൽ മാറ്റങ്ങൾ വരുത്തുക. അതിനുശേഷം ഭേദഗതികൾ എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ ഫലപ്രഖ്യാപനം നടത്തുന്നു. VVPATന്റെ കാര്യത്തിലുള്ള ചില പ്രധാന മുൻകരുതലുകൾ. VVPATന്റെ ബാറ്ററി മാറ്റിയിടേണ്ടതായി വരുമ്പോൾ അതിനു മുമ്പായി CUവിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. VVPATന്റെ യൂണിറ്റ് മാറ്റേണ്ടതായി വരുമ്പോൾ അതിനു മുമ്പായി CUവിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും കേബിളുകൾ ഡിസ്കണക്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനു മുമ്പായി CUവിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്.